കഴുകി വൃത്തിയാക്കുന്ന ചിക്കൻ വിങ്സിലോട്ട് ഇച്ചിരിയും ബേക്കിംഗ് സോഡ ഇട്ടിട്ട് അതിലേക്ക് വെള്ളം കൂടി ഒഴിച്ച് വെക്കണം. അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആവും. എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഡ്രൈനെസ് ഫീൽ ചെയ്യത്തില്ല. എന്നിട്ട് അത് നല്ലതായിട്ട് ഒരു 5 മിനിറ്റ് ഇട്ടതിന് ശേഷം വൃത്തിയായിട്ട് കഴുകി വാരിയെടുത്ത് ഒരു പേപ്പർ ടവൽ വെച്ചിട്ട് നല്ല പാറ്റ് ഡ്രൈ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പും ആവശ്യത്തിന് ഇട്ട് നന്നായിട്ട് ഇളക്കി പുരട്ടി ഒരു 15 മിനിറ്റ് അറ്റ്ലീസ്റ്റ് മാറ്റി വയ്ക്കണം. മാരിനേറ്റ് ചെയ്തിരിക്കട്ടെ. എയർ ഫ്രയർ 2 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തു. പ്രീ ഹീറ്റ് ചെയ്തതിലേക്ക് ചിക്കൻ വിങ്സ് വാരി വെച്ചിട്ട് 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 10 മിനിറ്റ് വെച്ചു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എടുത്തപ്പോൾ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ വെച്ചു. വീണ്ടും 375 ഡിഗ്രി ഫാരൻഹൈറ്റിൽ 10 മിനിറ്റും കൂടെ വെച്ചപ്പോൾ അത് പെർഫെക്റ്റ് ആയി. അത്രയും വെച്ചാൽ മതി. അതാവുന്ന സമയം കൊണ്ട് ഞാനൊരു സ്പൈസി സോസ് ഉണ്ടാക്കി. ഗാർലിക്കും നല്ല എരിയുള്ള മുളക് കൂടി ഇട്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് അരച്ച് കുറച്ച് പേസ്റ്റ് പോലെ ആക്കി. പാൻ ചൂടായപ്പോൾ അതിൽ ഇച്ചിരി ബട്ടർ ഇട്ടിട്ട് അതിലേക്ക് ഇതിട്ട് നല്ലതായിട്ട് തിളച്ചപ്പോൾ കുറച്ച് സോൾട്ടും ചെറിയൊരു മധുരത്തിന് വേണ്ടി ഇച്ചിരി ഹണിയോ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗറോ ആഡ് ചെയ്യാം. ഇട്ട് ഇളക്കി അതിലേക്ക് വെന്തതാണ് ചിക്കൻ വിങ്സ് ഓൾറെഡി. അതിട്ട് ഒരു 2-3 മിനിറ്റ് ഇടാവുള്ളൂ. ഇട്ട് നന്നായിട്ട് ഇളക്കി പുരട്ടിയെടുത്ത് നല്ല തീയിലാണേ. നമ്മുടെ സ്പൈസി വിങ്സ് റെഡിയായി. പിന്നെ ഉള്ളിയുടെ തണ്ട് എനിക്ക് എൻ്റെ ഗാർഡനിൽ നിന്ന് പറിച്ചെടുത്തപ്പോൾ അതും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് അതും എല്ലാം കിട്ടും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സോസ് ഇടാം. സ്പൈസസ് രണ്ടാമത് ആഡ് ചെയ്യുകയാണെങ്കിൽ 2 തൊട്ട് 3 മിനിറ്റ് വരെ അടുപ്പിലിട്ട് ചെയ്യാവുള്ളൂ. ബട്ടറിൽ ഉണ്ടാക്കി ചെയ്യണം. നല്ല ടേസ്റ്റ്. ഇതെന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ എടുത്ത് വേവിച്ച് കഴിക്കുകയും ചെയ്യാം. നല്ല എരിയാണ്. ഇത്ര എരിയുള്ള മുളകാണ് ഇട്ടേക്കുന്നത്. ഇത് സ്പൈസസ് ഇങ്ങനെ ആഡ് ചെയ്യാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോ.